ഹലോ, ഒരു കുട്ടിയുടെ കഥ പറയാൻ വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോ. അതായത് സ്കൂൾ വിട്ടിട്ട് വീട്ടിൽ വരുന്ന കുട്ടി നല്ല ക്ഷീണം, അവൻ കിടന്നുറങ്ങുകയാണ്. ഉറങ്ങിക്കഴിഞ്ഞ ഉടൻ തന്നെ കൈ കൊണ്ട് അവൻ കിടക്കിയപ്പോൾ തപ്പി നോക്കിയപ്പോൾ അവന്റെ മൊബൈൽ കാണുന്നില്ല. അപ്പൊ അവൻ ആകെ റെസ്റ്റ്ലെസ് ആയി. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈൽ നോക്കാണ്ട് അവൻ എഴുന്നേൽക്കാറില്ല. പണ്ട് കാലത്ത് നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിയും എല്ലാവരും ഒക്കെ പറയാറുണ്ട്, അവര് ഉണരുമ്പോ തന്നെ ദൈവത്തിനെ തൊഴുതിട്ടാണ് എണീക്കുക, ഭൂമിയെ തൊട്ട് വന്ദിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മളൊന്നും അങ്ങനെയല്ല കേട്ടോ. നമ്മൾ കണ്ണു തുറക്കണത് തന്നെ മൊബൈൽ നോക്കിയിട്ട് റീൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജസ് വന്നിട്ടുണ്ടോന്നോ വാട്സാപ്പോ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയിട്ടാണ് എഴുന്നേൽക്കണേ. പിന്നെ നമ്മുടെ കാര്യം അങ്ങനെയാണ്, ഈ കുട്ടികളുടെ കാര്യം പറയാനില്ലല്ലോ. അപ്പൊ അവൻ കിടന്നുറങ്ങുമ്പോൾ മൊബൈൽ അടുത്ത് വെച്ചിരുന്നു, എണീറ്റപ്പോ മൊബൈൽ കാണുന്നില്ല. അപ്പൊ അവൻ ആകെ റെസ്റ്റ്ലെസ് ആയി. ചെന്ന് നോക്കുമ്പോ അമ്മയുടെ കയ്യിലുണ്ട്, ഫോൺ ചെക്ക് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം ചിലപ്പോൾ അമ്മ എടുത്തിട്ടുണ്ടാവുക. അതിന്റെ പേരെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടന്നു. ഇനി മുതല് ബെഡില് ഫോൺ വെക്കരുത്, ഉറങ്ങുമ്പോ വേറെ മാറ്റി വെക്കണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നിയമങ്ങളൊക്കെ അമ്മ പറഞ്ഞു. അതനുസരിക്കാൻ ആ കുട്ടിക്ക് കഴിഞ്ഞോ കഴിഞ്ഞില്ലേ എന്നുള്ളതിലുപരി നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം, ഉണരുമ്പോ തന്നെ ഈ ഫോൺ കാണാതെ ആവുമ്പോ ഉണ്ടാകുന്ന അസ്വസ്ഥത, അത് എന്തിലേക്കൊക്കെ വേണം മാറണത് എന്നുള്ളത് ആലോചിച്ച് നോക്കണം. കാണുന്നത് മുഴുവൻ ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോകളാണോ അല്ലെങ്കിൽ ഉപയോഗപ്രദമായിട്ടുള്ള കണ്ടന്റ്സ് ആണോ നോക്കണം. ഇനി ഇതിന്റെ അപ്പുറത്തൊരു ഭാഗം ഉണ്ട് കേട്ടോ. ചില കുട്ടികള് മൊബൈലിൽ നന്നായി പുസ്തകം വായിക്കുന്ന കുട്ടികളുണ്ട്, പിന്നെ ക്ലാസ്സുകൾ കേൾക്കുന്ന കുട്ടികളുണ്ട്. അതൊക്കെ ഒരു ടൈം അത് തീരുമാനിച്ചിട്ടായിരിക്കും ഇത്ര സമയത്തിന്റെ ഉള്ളിലാവും അതൊക്കെ ചെയ്ത് തീർക്കുന്നുണ്ടാവുക. നേരെ മറിച്ചിട്ട് ഗെയിം കളിക്കുകയോ അല്ലെങ്കിൽ റീലുകൾ കാണുകയോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ കുട്ടികൾ ചെയ്യണമെന്നുള്ളത് മനസ്സിലാക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അഡിക്ഷന്റെ ഒരു ലക്ഷണമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. രാവിലെ എപ്പോഴായാലും കണ്ണ് തുറന്നു നോക്കുമ്പോൾ മൊബൈൽ അടുത്ത് കണ്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന അസ്വസ്ഥത, സ്ലീപ്പ് ഡിസ്റ്റർബൻസ് കൂടി ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ നമ്മൾ ശരിക്കും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ കാലത്ത് നേരത്തെ കിടക്കുകയും നേരത്തെ എണീക്കുകയും ചെയ്തിരുന്നതാണ് ആരോഗ്യം എന്ന് പറഞ്ഞിരുന്ന ഈ കാലഘട്ടത്തില് ശരിയാണ്. ഇന്ന് യങ്സ്റ്റേഴ്സിന്റെ മുഴുവൻ ജോബ് റിലേറ്റഡ് ടു നൈറ്റൊക്കെ ഷെഡ്യൂൾ ഉണ്ട്, അതൊക്കെ അഗ്രി ചെയ്യണു. പക്ഷെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കൃത്യമായിട്ടുള്ള ടൈം ടേബിളിൽ പഠിച്ചിട്ട് അതിനുശേഷം കിടന്നുറങ്ങുക എന്നുള്ളൊരു ശീലം ഉണ്ടാക്കിയേ പറ്റൂ. അപ്പോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. അടുത്തത് എന്താന്ന് വെച്ചാല്, ഈ മൊബൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൊണ്ടുമ്പോൾ ശരിയാണ്, ഡോപ്പാമിന്റെ അളവ് ഉണ്ടാവും, അവന് ഭയങ്കര സന്തോഷം ലഭിക്കുന്നുണ്ടാവും, അവനതിൽ മുഴുകിയിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അവര് ചെയ്യണ ഒരു കാര്യം എന്താ വെച്ചാൽ, അത് കുട്ടികളാവട്ടെ നമ്മളാവട്ടെ ഒക്കെ ചെയ്യുന്ന കാര്യമാണ്, ഇഗ്നോറിങ് ഫാമിലിയാണ്. അതായത് ഫാമിലി ടുഗദർനെസ്സിനെ ഇഗ്നോർ ചെയ്യും. നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് സംസാരിക്കുക എന്നുള്ള പറഞ്ഞ ഏർപ്പാടുണ്ടാവില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും എന്താണ് ഉള്ളിലേക്ക് ചെല്ലണമെന്ന് അറിയാതെ, രുചി എന്താണെന്ന് അറിയാതെ കഴിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോ ഇതുപോലെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളുടെ കുട്ടികളിലും നമ്മളിലും ക്ലോസ് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് കാണും. അതൊക്കെ നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അത്തരം നോട്ട്സ് നമുക്കൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്കും അതൊരു സ്റ്റഡി ആക്കി എടുത്തിട്ട് നമ്മുടെ കുട്ടികളിൽ എന്തൊക്കെ മാറ്റം വരുത്താമെന്ന് നോക്കാം. പ്രധാനമായിട്ട് ഞാൻ പിന്നെയും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, ഞങ്ങളുടെ ഗാർഗിയുടെ ഈ ഉദ്യമത്തില് കൂടെ നിൽക്കണം. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ കുട്ടികളെ ഞങ്ങളുടെ ക്ലബിൽ അംഗമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.